തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ആ സർ, ഒരു ചുവന്ന വണ്ടിയല്ലേ? ആ, വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് സർ. ആ ഓക്കെ സർ. താമസിക്കാൻ അറേഞ്ച് ചെയ്ത സ്ഥലത്ത് പോയി ഫ്രഷ് ആയിട്ട് ഞാൻ ഓഫീസിലേക്ക് വരാം. ഓക്കെ സർ. ഞാൻ ശില്പ, കോട്ടയത്ത് രാമപുരത്ത് നിന്ന് വരാം. മാഡം കയറിക്കോളൂ. ആ സാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ ധ്വനി ഏതോ കോടീശ്വരനെ കറക്കിയെടുത്തെന്നാ പറയുന്നത്. എന്ന് സ്വപ്നം കാണുന്നത് അവനെയാ. രാവിലെ എനിക്കും കിട്ടി നല്ലൊരു തൊഴി. നിനക്കറിയോ, പണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഒരു കോടീശ്വര ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നായിരുന്നു. ഞാനോ തേഞ്ഞു. ഇനി അവളെങ്കിലും ഒരു മൾട്ടി മില്യണയറെ കറക്കിയെടുത്ത് രക്ഷപ്പെടട്ടെ. അല്ലെങ്കിലും എന്നെ കല്യാണം കഴിച്ചത് നഷ്ടമായി പോയെന്ന് അനുപേടിനൊരു തോന്നലുണ്ടെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞിനെ തരാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. അയ്യോ മാളു, ഞാനൊരു ജോക്ക് പറഞ്ഞല്ലേ, നീ സീരിയസ് ആവല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞത് ജോക്കല്ല. കാശുള്ള ഭർത്താവിനെ മോഹിച്ച് ധ്വനി അബദ്ധത്തിലൊന്നും ചെന്ന് ചാടാതെ സൂക്ഷിക്കണം. ഓക്കെ, ഞാനും സീരിയസ് ആയി. ഇനി നീ അവളുടെ പുതിയ ക്രഷിന്റെ ഡീറ്റെയിൽസ് പറ. അർജുൻ എന്ന അവന്റെ പേര്. അവളുടെ കൂടെ കോച്ചിങ്ങിന് പഠിക്കുന്ന പയ്യനാ. അവന് ജോലിയുടെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോ ഇവളെ കാണാൻ വേണ്ടി കോച്ചിങ്ങിന് വരുന്നതാണെങ്കിലോ. നീയേ സൂത്രത്തിൽ അവന്റെ വീടും സ്ഥലമൊക്കെ എവിടെയാണെന്ന് അവളോട് ചോദിച്ചറിഞ്ഞു വെക്ക്. മതി, ഞാൻ ചോദിക്കാം. അയ്യോ, ഇപ്പൊ തന്നെ ചോദിക്കാനല്ല പറഞ്ഞത്, സാവകാശം ചോദിച്ചാ മതി. നല്ല കാര്യങ്ങൾ വൈകിപ്പിക്കണ്ടെന്ന് വെച്ചതാ. പിന്നിന്ന് വിളിച്ച സ്ഥിതിക്ക് ഇന്നിനി വേണ്ട. ഷോ, അന്ധവിശ്വാസത്തിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര മാരകമായ വേർഷൻ നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ, ഒരു കല്യാണ ആലോചന ആകുമ്പോ ഇത്തിരി വിശ്വാസമൊക്കെ വേണം. നമ്മൾ ആലോചിക്കാൻ പോകുന്നതേ ചില്ലറക്കാരൻ ചെറുക്കനൊന്നും അല്ല. ധോനി പറഞ്ഞത് വെച്ച് അർജുൻ എത്രത്തോളം ഉയരങ്ങളിലാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ശരി, ഓക്കെ ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. ധോനി ചേട്ടാ, 28-25 സ്പാൻഡർ എടുത്തേ. അർജുൻ, എടാ അർജുനെ, അർജുൻ. നിനക്ക് ഫോണുണ്ട്. കാശ് കൊടുക്കാനുള്ള ഏതെങ്കിലും പലിശക്കാരായിരിക്കും. ഞാൻ അന്തരിച്ചു പോയെന്ന് പറഞ്ഞത്. അല്ലടാ, നിന്റെ ബെസ്റ്റ് ധോനിയാ വിളിക്കുന്നേ. എന്താ ധോനി? അത് അർജുൻ എന്തേലും തിരക്കിലാണെന്ന് കരുതി ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങായിരുന്നു. ഓ സോറിടാ, ഞാനേ എന്റെ പേഴ്സണൽ ജിമ്മിലായിരുന്നു. സെർവന്റ് ഒന്ന് പറഞ്ഞപ്പോഴാ ഫോൺ റിങ് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. എന്നാ മണ്ടിന് ഫോൺ ഇങ്ങോട്ട് എടുത്തിട്ട് തന്നാ പോരെ? എന്ത് ചെയ്യാനാ? അതിനുള്ള ബുദ്ധി ദൈവം കൊടുത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാനൊരു മില്യണറും അവനൊരു വെറും. എന്തോ ഒരു ശബ്ദം. ഞാനേ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന. ഓക്കെ, തിരക്കാണെങ്കി ഞാൻ വിളിച്ചാരും പറഞ്ഞിട്ട് ഉടനെ വെച്ചേക്കാം. എന്റെ തിരക്കുകൾ ഒരിക്കലും ഒഴിയില്ല എന്ന് തനിക്കറിയില്ലേ? അപ്പുറത്ത് സൈൻ ചെയ്യാൻ ഫയൽസുമായിട്ട് സെക്രട്ടറി കാത്തു നിൽക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞോളൂ, എനിത്തിങ് സീരിയസ്? അങ്ങനെ സീരിയസ് ഒന്നും അല്ല. രാവിലെ ഒരു സ്വപ്നം കണ്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്ത് സ്വപ്നം താൻ കണ്ടത്? അത് പിന്നെ
അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് പറയണം. നമുക്ക് അർജുന്റെ ഏതെങ്കിലും മോളിൽ പോയിരുന്ന് സംസാരിക്കാം. ആ, അല്ലെങ്കിലേ നമുക്ക് കഴക്കൂട്ടത്തെ പുതിയ മോളിലേക്ക് പോയാലോ? ആളുകൾ, ക്ലബ്ബുകൾ, ഉയരം കൂടിയ കെട്ടിടങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഒക്കെ മടുത്തു ധോനി. താനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് $multi-million കിലുക്കമല്ല, മിഡിൽ ക്ലാസ്സുകാരിയായിട്ട് കൂട്ടുകൂടുന്ന പച്ച മനുഷ്യന്റെ അനുഭവങ്ങളാ. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന് കിട്ടുന്ന ആ സന്തോഷങ്ങൾ താൻ എനിക്ക് തരില്ലേ? ഓ, തരാലോ. അർജുന് ഇഷ്ടമുള്ളൊരു സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. വൈകുന്നേരം നമുക്ക് അശോകൻ ചേട്ടന്റെ തട്ടുകടയിൽ വെച്ച് സംസാരിക്കാം. മണ്ണിന്റെ മണമുള്ള ചായ കുടിച്ച് ഒരു കോടീശ്വരനായി ജനിച്ചു പോയതിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് നമുക്ക് സംസാരിക്കാം. ശരി, ഞാൻ ആ തട്ടുകടയിലേക്ക് വരാം. ഇവന്റെ ഒരു കാര്യം. എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ, ശരിയാക്കി തരാം ഞാൻ. അവന്റെ ഒരു തട്ടുകടയും മണ്ണിന്റെ മണവും. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ വർഷം 5-6 ലോകത്തുള്ള സകലമാന ആൾക്കാരുടെ അടുത്ത് ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് തള്ളുന്നത് നിന്റെ ജന്മനാ ഉള്ള സ്വഭാവ. എന്നാലും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ധോണി നിന്റെ ബെസ്റ്റ് ആണ്, നീ എന്നല്ലടാ പറയുന്നേ. എടാ, ഇതെന്റെ തള്ളിന്റെ പ്രശ്നമല്ല. ഞാൻ ഇവിടുന്ന് പലതരം കാറുകളില് പല ആവശ്യങ്ങളുമായിട്ട് പോവാറില്ലേ? അതൊക്കെ കണ്ടിട്ട് ഞാനൊരു കോടീശ്വരനാണെന്ന് അവളെ തെറ്റിദ്ധരിച്ചതാ. ഇവിടെ എനിക്കൊരു 5 മിനിറ്റ് പണിയുണ്ട്. കാർ കൊണ്ടുവന്നിട്ട് നേരെ ഉത്തരയാടോ. സോറി സർ, അത് എല്ലാ ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങിപ്പോ വൈകിപ്പോയി. വണ്ടി നല്ല കണ്ടീഷനാ. പിന്നെ ഞങ്ങളുടെ സർവീസ് സ്റ്റേഷനും വർക്കിനും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ മറക്കല്ലേ. ഓക്കെ സർ, താങ്ക് യു. ശരി എന്നാ ഞാൻ ഇറങ്ങാം. എടാ, എങ്കിൽ പിന്നെ നിനക്ക് ധോനിയുടെ തെറ്റിദ്ധാരണ തിരുത്താൻ പാടില്ലായിരുന്നോ? എന്തിന്? എടാ, ഒരു കോടീശ്വര ഫ്രണ്ട് അതിന്റെ പേരില് അവൾക്കൊരു സന്തോഷമുണ്ട്. നമ്മളായിട്ട് എന്തിനാ അത് മാറ്റുന്നതെന്ന് കരുതി ഞാൻ തിരുത്താൻ പോയില്ല. ഈ ലോകം മുഴുവൻ സന്തോഷമായിട്ടിരിക്കുന്നതാ എന്റെ പോളിസി. നാളെ അവള് ചോദിച്ചാ ഒരു പ്രാരാബ്ധക്കാരനാണെന്ന് ഞാൻ അങ്ങ് ക്ലാരിഫൈ ചെയ്യും. അത്ര തന്നെ.